ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം ഹീബ്രൂസ് അതിൽ 12-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സസ് 2. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അത്ര മതി. ഇന്ന് ലുക്ക് അറ്റ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കാണുക, ക്രിസ്തുവിനെ നോക്കുക എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് എന്നോട് നിങ്ങളോടും പരിശുദ്ധാത്മാവ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ആത്മീയ ജീവിതത്തിൽ. നമുക്കറിയാം, നമ്മൾ പ്രഭാതം കണ്ണു തുറന്ന നിമിഷം മുതൽ അനേകരെ കാണുന്നവരാണ്. ഭാര്യ ഭർത്താവിനെ കാണുന്നു, ഭർത്താവ് ഭാര്യയെ കാണുന്നു, മാനേജരെ കാണുന്നു, മേട്ടറിനെ കാണുന്നു, മക്കളെ കാണുന്നു. അനേകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ സന്തോഷകരമായ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ആവശ്യമെങ്കിൽ ഭൂമിയിലെ ആരെയും കണ്ടിട്ട് കാര്യമില്ല, നമ്മൾ ക്രിസ്തുവിനെ കാണണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിനെ നോക്കുക. സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് എബ്രായ ലേഖനത്തിൻ്റെ കുറച്ചുകൂടെ ആഴമായിട്ടൊരു കാര്യം എഴുതി. 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയമായ വിളി ലഭിച്ചവരെ എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞു നോക്കാൻ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു ശ്രദ്ധിച്ചു നോക്കുവിൻ. സ്തോത്രം. നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നിൽക്കുന്ന ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വിശുദ്ധനാണ്. എൻ്റെ പരസ്യ ജീവിതത്തിൽ നിങ്ങൾ എന്നെ നല്ലവനായി കാണും. എന്നാൽ എന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? എന്നിൽ മറ്റൊരു മനുഷ്യനെ കാണാൻ കഴിയും. സ്തോത്രം. എന്നെക്കുറിച്ച് പറയാൻ പ്രശ്നമില്ല. സ്തോത്രം. പുറമെ ഞാൻ നല്ല മാന്യനാണ്, പക്ഷേ യഥാർത്ഥത്തിൽ ഞാനെന്നൊരു അനുഭവമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, എന്നെ എന്ത് ചെയ്യരുത്? ശ്രദ്ധിച്ച് നോക്കരുത്. കാരണം നിങ്ങൾ പരാജയപ്പെട്ടു പോകും. എന്നാൽ അകവും പുറവും പരിശോധിച്ചപ്പോൾ ധൈര്യത്തോടെ പൗലോസ് പറയുകയാണ്, യേശുവിനെ നോക്കുക മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, നിങ്ങൾക്കൊരു പരാജയം ഉണ്ടാകുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഈ ഒരൊറ്റ പോയിന്റിൽ ശത്രു എന്തെല്ലാം തന്ത്രങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ മറിയുടെ അടുത്ത് പോകൂ, നിങ്ങൾ വിശുദ്ധന്മാരുടെ അടുത്ത് പോകൂ, നിങ്ങൾ മധ്യസ്ഥന്മാരുടെ അടുത്ത് പോകൂ, എവിടെ വേണേലും പോയി നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷെ എവിടെ പോകരുത്? യേശുവിൻ്റെ അടുക്കൽ വരരുത്. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കരുത്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തു എന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകരുത്. ഇതാണ് ശത്രുവിൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവം സ്നേഹിക്കുന്ന നമ്മളോട് കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യരെയോ ആരെ നീ കണ്ടതുകൊണ്ടും ആരുടെ അടുത്ത് പോയതുകൊണ്ടും നിനക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ സൂക്ഷിച്ച് നോക്കണം. സൂക്ഷിച്ച് നോക്കണമെങ്കിൽ ദൂരത്ത് നിന്ന് നോക്കാൻ പറ്റുമോ? സൂക്ഷിച്ച് നോക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അടുത്ത് വരണം. ദൈവത്തിന് സ്തോത്രം. ആരാണ് ക്രിസ്തു? വിശ്വാസത്തിൻ്റെ നായകനും അത് പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിന് എൻ്റെ അടുത്ത് വരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന് അടുത്ത് വരണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്രിസ്തുവുമായി നമ്മൾ ബന്ധപ്പെടണമെന്നും അല്ലെ ക്രിസ്തുവിനെ കാണണമെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം, അതിൻ്റെ പേരിൽ ഒരു ആത്മീയ രഹസ്യമുണ്ട്. യോഹന്നാൻ 6:44 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ജോൺ 6:44 എന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യം. എന്നെ അയച്ച പിതാവ് എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നെന്നറിയാമോ? എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് നോക്കുന്നറിയാമോ? സ്വർഗീയമായ പിതാവുമായി നിങ്ങളൊരു ബന്ധം സ്ഥാപിച്ചതിൻ്റെ അടയാളമാണ് നിങ്ങൾ ക്രിസ്തുവിൽ വന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ അപ്പനും അമ്മയുള്ള ബന്ധമുണ്ട്,
ബന്ധുപുത്രായുള്ള ബന്ധമുണ്ട്, മക്കളുള്ള ബന്ധമുണ്ട്, വിവാഹം കഴിച്ച് മറ്റൊരു ഭവനമായി ബന്ധമുണ്ട്, നമുക്ക് അനേകരുമായി ബന്ധമുണ്ട്. പക്ഷെ ഭൂമിയിൽ നിൽക്കുന്ന ഞാനും നീയും സ്വർഗവുമായി ബന്ധപ്പെട്ടതിൻ്റെ അടയാളമാണ് നീ ക്രിസ്തുവിൽ വന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർപ്പിക്കുന്നു, ക്രിസ്തു മതത്തിലല്ല നീ വന്നിരിക്കുന്നത്, നീ വന്നിരിക്കുന്നത് ക്രിസ്തുവിലാണ്. സ്തോത്രം. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ സഭകളും മനുഷ്യനിർമ്മിതമാണ്, മതങ്ങളാണ്, അഭിപ്രായമാണ്. എന്നാൽ യഥാർത്ഥ ദൈവത്തിൽ വരേണ്ടത് ക്രിസ്തുവിലാകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ വന്നത്? നീ പോലും അറിയാതെ നീ സ്വർഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ സ്വർഗീയ ബന്ധം നീയുമായി ഉടലെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അല്ലയോ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ. ഈ സ്വർഗീയ വിളി നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് പിതാവിൻ്റെ ഒരു ആകർഷണം, നീ അട്രാക്റ്റഡ് ആയി, നീ പോലും അറിയാതെ ആമേൻ നീ ക്രിസ്തുവിൽ വന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഇന്ന് പകൽ സന്തോഷിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആരാന്നറിയാമോ? ഭൂമിയിൽ ബന്ധമുള്ളവരല്ല, സ്വർഗവുമായി ബന്ധമുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ടും തീരുന്നില്ല. യോഹന്നാൻ 14:9 ഇങ്ങനെ വായിക്കുന്നു, സ്വർഗവുമായി ബന്ധപ്പെടുക മാത്രമല്ല, ജോൺ 14:9 എന്ന് ചോദിച്ചു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് യേശുവിനെ അടുത്ത് വരാനും യേശുവിൻ്റെ അടുത്ത് ചെന്ന് ശ്രദ്ധിച്ചു നോക്കാനും പറഞ്ഞതിൻ്റെ കാരണം, നീ പോലും അറിയാതൊരു സ്വർഗീയ ആകർഷണം നിന്റെ മേൽ ദൈവം പകർന്നു. ആ ആകർഷണത്തിലൂടെ നീ ക്രിസ്തുവിൽ വന്നു. ക്രിസ്തുവിലൂടെ നിന്നെ വിളിച്ച് വേർതിരിച്ച് നിന്നെ സ്നേഹിക്കുന്ന പിതാവിനെ നീ അറിയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്രിസ്തുവിൻ്റെ അടുത്ത് പോകണമല്ലോ, എനിക്ക് ക്രിസ്തുവിന് അടുത്ത് ചെല്ലണം, എനിക്ക് ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കണം, എനിക്ക് ആ ഒരു ബന്ധം ഇന്ന് സ്ഥാപിക്കണമെന്ന് നമ്മുടെ ഉള്ളത്തിൽ ആഗ്രഹം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യോഹന്നാൻ 1:38-39 എന്ന് വായിക്കാമെങ്കിൽ ഇങ്ങനെ കാണുന്നു. ജോൺ 1:38-39. അങ്ങനൊരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്കും നിങ്ങളിലും, 2 ശിഷ്യന്മാർ യേശുവിന് പിന്നാലെ അനുഗമിക്കുന്നുണ്ട് വന്നപ്പോൾ, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നെന്ന് ചോദിച്ചു. ആ ആ ആ വന്ന് കാൺമീനെന്ന് പറഞ്ഞു. സ്തോത്രം. അതിൻ്റെ 46-47 വായിച്ചാൽ ഇങ്ങനെ കാണാം. അഭാഗോട് വായിച്ചെടുപ്പ്. വരുമോ എന്ന് ചോദിച്ചു. മതി. ഫിലിപ്പോസ് അവരോട് പറഞ്ഞു, വന്ന് കാണാൻ പറഞ്ഞു. സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, പിതാവിൽ നിന്നുള്ള ആകർഷണം സ്വർഗത്തിൽ നിന്ന് നിന്റെ മേൽ വരുന്നത് സൗജന്യമാണ്. ആ ആകർഷണം വരുന്ന ഞാൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരണമെങ്കിൽ, ക്രിസ്തു എൻ്റെ അടുക്കലേക്കല്ല വരുന്നത്, നീ ചെന്ന് കാണണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ചോദ്യം, ഞാൻ ചെന്നാൽ ക്രിസ്തു സമ്മതിക്കുമോ? ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരേ, എല്ലാവരും പെർമിഷൻ തന്നിരിക്കുക. എനിക്കിവിടുത്തെ രാജാവിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ എനിക്കെന്തില്ല, പെർമിഷനില്ല. സ്തോത്രം. ഞാനിനി ആരെങ്കിലും കയ്യും കാലും പിടിച്ച് പെർമിഷൻ എടുത്തെങ്കിൽ മാത്രം അദ്ദേഹത്തെ കാണാൻ കഴിയുള്ളൂ. സ്തോത്രം. പക്ഷെ രാജാവിനെ കാണാൻ നമുക്ക് പെർമിഷൻ ആവശ്യമില്ല. ആമേ, പിതാവിനാൽ ഞാൻ ആകർഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പുത്രനടുക്കൽ വരേണ്ടത് ആവശ്യമെന്ന് തിരിച്ചറിയുന്ന ദൈവത്തിലെ നിനക്ക് വേണ്ടി ആ വാതിൽ 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുക. സ്തോത്രം. 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 തക്ക സമയത്ത് കൃപ പ്രാപിക്കുവാൻ എപ്പോൾ നിനക്ക് തോന്നുവോ അപ്പോൾ അടുത്ത് ചെല്ലുവാനുള്ളൊരു കൃപാസനം നിനക്കായി തുറന്നിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിദ്യാഭ്യാസമോ, നിന്റെ സൗന്ദര്യമോ, നിന്റെ ശമ്പളമോ, നിന്റെ പാരമ്പര്യമോ, നിന്റെ കുടുംബമോ, നിനക്ക് എത്ര സെന്റ് സ്ഥലമുണ്ടെന്നോ, നിന്റെ പോക്കറ്റിൽ ഒന്നുമില്ലെന്നോ ഒന്നും ഈ കർത്താവ് നോക്കുന്നില്ല. സ്തോത്രം. ആമേൻ. അവൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് മാത്രം താൻ ആഗ്രഹിക്കുന്നു, ഈ ശബ്ദം കേൾക്കുന്ന ഞാനും നീയും തൻ്റെ അടുക്കലൊന്ന് ചെന്നിരുന്നുവെങ്കിൽ, പിതാവിൻ്റെ ആകർഷണം ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് സ്വർഗീയ പിതാവ് ആഗ്രഹിച്ചതുപോലെ പുത്രനായ ക്രിസ്തുവിലൂടെ ഇന്ന് പകൽക്കാലം ആ ആഗ്രഹം എൻ്റെ നിന്റെ ഉള്ളത്തിൽ കർത്താവ് തരികയാണ്.
ഒറ്റ കാര്യം ഓർത്താൽ മതി, നമ്മൾ ആരും ആഗ്രഹിച്ചൊരു സ്ഥാനത്തല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. നമുക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്നു, നമുക്ക് എന്തെല്ലാം പദ്ധതികളുണ്ടായിരുന്നു, എന്തെല്ലാം നേടണമെന്ന് ആഗ്രഹിച്ച് കുതിരപ്പുറത്ത് കയറിയില്ല നമ്മൾ. എന്നാൽ സ്തോത്രം, അതെല്ലാം താഴെ വെച്ച് ഇന്ന് പകൽ കർത്താവിനെ ആരാധിക്കാൻ വന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ആമേൻ, ഒരു ആകർഷണം, ഒരു സ്വർഗീയ ആകർഷണം അതെന്നെ ക്രിസ്തുവിലെത്തിച്ചു. സ്തോത്രം. ആ ക്രിസ്തുവിന് അടുത്ത് ചെന്നപ്പോൾ, ആമേൻ, എനിക്ക് പിന്നെയും അറിയുവാൻ ആഗ്രഹമായി. ചോദിച്ചു, നീ എവിടെയാണെന്ന് ചോദിച്ചു. പറഞ്ഞു, കം ആൻഡ് സീ, വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ദിനവും നമ്മൾ ക്രിസ്തുവിനോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ ക്രിസ്തു പറയുന്നു, ആർക്ക് ആഗ്രഹമുണ്ടോ എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുക്കൽ വരാം. പ്രൈസ് ദി ലോർഡ്. ചില പറയുന്നത്, കനാവിലെ കല്യാണത്തിന് മറിയോട് എന്ന് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, യേശുവോട് അങ്ങനെ നേരിട്ട് എന്ന് പറയാൻ പറ്റുമോ? അപ്പം മറി വഴി ഒരു വഴിയില്ല. സ്തോത്രം. നിനക്കെപ്പോൾ വേണമോ എൻ്റെ അടുക്കൽ വരാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെ പ്രശ്നം, ക്രിസ്തു ജഡത്തിൽ ഭൂമിയിൽ ഇല്ല. ക്രിസ്തു ജഡത്തിൽ ഭൂമിയിലില്ല. അവൻ ആത്മാവിൽ ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിനെ എങ്ങനെ കാണും? ക്രിസ്തുവിനെ എങ്ങനെ ശ്രദ്ധിച്ചു നോക്കും? ഒരുവൻ ക്രിസ്തുവിനെ എങ്ങനെ അനുഭവിക്കും? സ്തോത്രം. ആ വലിയ യുദ്ധമാണ് ഇന്ന് ഈ ആത്മീയ ഗോളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വലിയ പോരാട്ടമാണ് ഇന്ന് ആത്മീയ ഗോളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 3 തരം കാഴ്ചകൾ ആത്മീയത്തിലുണ്ട്. 3 തരം കാഴ്ചകൾ. 2 കാഴ്ചകൾ പരാജയമാണ്, 1 കാഴ്ച മാത്രമാണ് വിജയം. അതെന്ത് കാഴ്ചയാണ്? ക്രിസ്തുവിനെ കാണുക. സ്തോത്രം. വായിക്കാം, മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 46-ാം വാക്യം. 3 കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. മാർക്ക് 10:46. ആ ആ ദൈവത്തിന് സ്തോത്രം. അവർ യെരിഹോവിലെത്തി. യേശു ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ. സ്തോത്രം. 3 കാഴ്ചകൾ നമുക്ക് ആത്മീയത്തിൽ കാണാൻ കഴിയും. ഒന്നാമത്തെ കാഴ്ച പുരുഷാരം, രണ്ടാമത്തെ കാഴ്ച ശിഷ്യന്മാർ, മൂന്നാമത്തെ കാഴ്ച ക്രിസ്തു. സ്തോത്രം. ആദ്യം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി, ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം ഒരുവൻ ക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ്. സ്തോത്രം. സ്തോത്രം. എന്നാൽ പിശാച്, ആമേൻ, ക്രിസ്തുവിനെ കാണാതിരിപ്പാൻ ആത്മീയ പരിവേഷം ധരിച്ച പുരുഷാരത്തെയും ശിഷ്യഗണത്തെയും പുതിയ ജീവിതങ്ങളുടെയും വിശ്വാസികളുടെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനെ തരണം ചെയ്ത് ക്രിസ്തുവിനെ കാണുക എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ ശക്തമേറിയൊരു ടാസ്ക്കാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. സ്തോത്രം. എന്താണ് ഈ പുരുഷാരം? എന്താണ് ഈ ശിഷ്യന്മാർ? എന്തുകൊണ്ട് പുരുഷാരത്തെ ജനം കാണരുതെന്നും എന്തുകൊണ്ട് ശിഷ്യന്മാരെ ജനം കാണരുതെന്നും ദൈവം ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ട് ക്രിസ്തുവിനെ മാത്രം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു? ഇതാണ് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർത്തുകൊള്ളണം, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അടുത്തിരിക്കുന്ന സഹോദരനെയോ സഹോദരിയല്ല നീ കാണേണ്ടത്, നിന്നെ വിളിച്ച ക്രിസ്തുവിനെയാണ് നീ കാണേണ്ടത്. സ്തോത്രം. ആമേൻ. അമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഓർപ്പിച്ചു, എൻ്റെ പരസ്യ ജീവിതമല്ല, എൻ്റെ രഹസ്യ ജീവിതം ശ്രദ്ധിച്ചു നോക്കിയാൽ, ആമേൻ, നിങ്ങൾ പരാജയപ്പെട്ടു പോകും. നിങ്ങൾ എന്നെയല്ല കാണേണ്ടത്, ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെയാണ് കാണേണ്ടത്. സ്തോത്രം. യോഹന്നാൻ പറഞ്ഞു, ഞാൻ വഴി ഒരുക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ പിന്നാലെ വരുമ്പോൾ ഞാൻ വഴി മാറിക്കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ഞാൻ അവൻ്റെ മുമ്പിൽ കയറി നിൽക്കുകയില്ല. എന്നെ വിളിച്ചത് ഇവനെ ഇസ്രായേലിനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാം ഭാഗം നമുക്ക് നോക്കാം. എന്താണ് പുരുഷാരം? മത്തായി 4:25 വായിക്കാം. മത്തയു 4:25. ആ
ദൈവത്തിന് സ്തോത്രം. പുരുഷാരത്തിന്റെ പ്രത്യേകത നോക്കിക്കേ, എവിടെ നിന്നൊക്കെയാ നോക്കിക്കേ, വിവിധ സ്ഥലങ്ങളിൽ നിന്നും പുരുഷാരം യേശുവിനെ അനുഗമിച്ചു. പുരുഷാരത്തിന്റെ ഒന്നാമത്തെ നല്ല ഗുണം, അവർ യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കും. പുരുഷാര എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, പുരുഷാരത്തിന്റെ എണ്ണം കൂടുതലായിരിക്കും. പുരുഷാരത്തിന്റെ എണ്ണം കൂടുതലായിരിക്കും. ആ വാക്യം ഒന്ന് വായിക്കുന്നു, ഒന്ന് റോയ് സിസ്റ്ററെ, 4:25. ആ ആ എത്ര സ്ഥലങ്ങളിൽ നിന്നാണ് പുരുഷാരം അവനെ അനുഗമിക്കുവാൻ തുടങ്ങി. പുരുഷാരം എണ്ണത്തിൽ കൂടുതൽ പറഞ്ഞാൽ 5 അപ്പം കൊണ്ട് 5000 പേർ കൊടുത്തപ്പോൾ എത്ര പുരുഷന്മാരുണ്ടായിരുന്നു? 5000 പുരുഷന്മാർ. പിന്നെ അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ 4000 പുരുഷന്മാർ. ആയിരക്കണക്കിന് പുരുഷന്മാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പുരുഷാരം ഇങ്ങനെ കൂടി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. മത്തായി 21:9 വായിക്കാം. അടുത്തൊരു പ്രത്യേകത കാണാം പുരുഷാരത്തിന്റെ. ആ ആ ആ ദൈവത്തിന് ഈ പുരുഷാരം ഭയങ്കര വർഷിപ്പായിരിക്കും. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര വർഷിപ്പ്. ഒരു സ്തോത്രം. അപ്പൊ ഒരു ചോദ്യം, എടാ, എണ്ണത്തിൽ കൂടുതലുള്ളവരും ദൈവത്തെ, കർത്താവിനെ അനുഗമിക്കുന്നവരും കർത്താവിനെ ആരാധിക്കുന്നതിനുമായ പുരുഷാരത്തെ കണ്ടാൽ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? സ്തോത്രം. മത്തായി 9:36 ഒന്ന് വായിക്കാം. മാത്യു 9:36. പുരുഷാരം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇടേനില്ലാത്ത ആടുകൾ. നടത്തിപ്പെന്ന് പറഞ്ഞവർക്ക് ഇഷ്ടമല്ല. സ്തോത്രം. ഒരു സ്വർഗീയ നടത്തിപ്പ് അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പും. എവിടെ കൺവെൻഷൻ പറഞ്ഞാൽ അവർ എന്ത് ചെയ്യുക? ഗലീലയിലാണ്, ദക്കപ്പൊലിയിലാണ്, എവിടെയാണല്ലോ അവരെല്ലാം അങ്ങ് എന്ത് ചെയ്യുക? അങ്ങ് പോകും. പക്ഷേ പ്രൈസ് ആൻഡ് വർഷിപ്പ്. പക്ഷേ അവർക്ക് എന്ത് ഇഷ്ടമല്ല? അവർക്ക് ഒരു സ്വർഗീയ സിസ്റ്റം ഇഷ്ടമല്ല. ആ സ്വർഗീയ സിസ്റ്റം വചനത്തിൽ ഉണ്ടെങ്കിലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല. സ്തോത്രം. സ്തോത്രം. മത്തായി 15:10 ഇങ്ങനെ വായിക്കുന്നു. ആ ആ ഇവർ കേൾക്കും, പക്ഷെ എന്ത് ചെയ്യല? ഗ്രഹിക്കുകയില്ല. എല്ലായിടത്തും പോയി വചനം കേൾക്കും, എല്ലാ കൺവെൻഷനും പോവും, എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവും, പ്രാർത്ഥനയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വചനം കേൾക്കും, പക്ഷെ എന്ത് ചെയ്യല? ഗ്രഹിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? ഏറ്റെടുക്കുകയുള്ളൂ. സ്തോത്രം. ആള് കൂടുന്നത് കണ്ടും പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ബഹളം കണ്ടും ആമേൻ ക്രിസ്തു ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആള് കൂടുന്നതല്ല ക്രിസ്തീയത. സ്തോത്രം. ആള് കൂടുന്നതല്ല ക്രിസ്തീയത. ആമേൻ ആമേൻ ഇൻസ്ട്രുമെന്റ്സിന്റെ ബഹളത്തിലും ആമേൻ സ്തോത്രം, അല്ലെങ്കിൽ ശബ്ദത്തിൽ തികഞ്ഞു വരുന്ന ഒരു ആരാധന സൃഷ്ടിക്കുന്നതല്ല ക്രിസ്തീയത. സ്തോത്രം. ഇവിടെ പറയുന്നു വചനം കേട്ട് ഗ്രഹിക്കുന്നവരായി തീരണം. ഇവിടെ പറഞ്ഞവർ കേക്ക്, പക്ഷെ എന്ത് ചെയ്യുന്നു? അവരെ അരികെ വിളിച്ച് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നുണ്ട്, പക്ഷെ ഗ്രഹിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മത്തായി 14:19 വരെ വായിച്ചു, 22 വരെ ഒന്ന് വായിച്ചേ. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുക്കുക, പുല്ലുമേലിരിക്കാൻ കൽപ്പിച്ചു. ആ ആ ആ ആ 5000 പുരുഷാർ, 5000 പേര് അപ്പം തിന്നു. സ്തോത്രം. അടുത്ത വാക്യം. പ്രൈസ് ദി ലോർഡ്. അപ്പം കഴിച്ചവർ എന്ത് ചെയ്തു? അപ്പം കഴിച്ചിട്ട് പറഞ്ഞു, ഓക്കെ, എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? അവരപ്പം പ്രാപിച്ചു, പക്ഷേ അപ്പം ആമെ തന്ന ക്രിസ്തുവിനെ അവർ പ്രാപിച്ചില്ല. സ്തോത്രം. പ്രാപിച്ചിരുന്നുവെങ്കിൽ പുരുഷാരത്തെ പറഞ്ഞയക്കുമ്പോൾ അവരവിടെ ഒരാളെങ്കിലും നിന്നേനെ. സ്തോത്രം. ആമേൻ.
ദൈവസഭയിൽ വരുന്നത്, പ്രാർത്ഥനയ്ക്ക് വരുന്നത്, എല്ലാ ആരാധനയ്ക്ക് വരുന്നത്, വർഷിപ്പ് ചെയ്യുന്നത്, ഈ ഭൂമിയിലെ പല നന്മകളും പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം മാത്രം അവരുടെ ജീവിതം. ആഗ്രഹം പ്രാപിച്ചു കഴിയുമ്പോൾ അവർ ക്രിസ്തുവിനെ വിട്ടകന്നു പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവം ആഗ്രഹിച്ച്, ദൈവമേ ഇവർ പുരുഷാരത്തെ കാണരുത്, വ്യർത്ഥമായി ഒരിക്കലും പുരുഷാരത്തെ കാണരുത്. പുരുഷാരത്തെ കണ്ടാൽ, അവന്റെ കണ്ണ് തുറന്നാൽ അവന്റെ വഴിക്ക് പോകും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിൽ വന്ന് നന്മ പ്രാപിച്ചു പോകുന്നത് എത്രയോ പേരെ കണ്ടിരിക്കുന്നു, പിന്നെ അവരെ കാണുവാൻ പോലുമില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി 6:22 മുതൽ അത് വായിച്ച്. യോഹന്നാൻ 6:22 മുതൽ. ആ ഉം 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 ആ പ്രൈസ് ദി ലോർഡ്. പുരുഷാരത്തിന്റെ പ്രത്യേകത ഇത്. നല്ല പരിപാടിയാണ്. പ്രാർത്ഥിക്കുക, പ്രാപിക്കുക, സൈക്കിളെ വരിക, കാറേ പോകുക. ആ സിസ്റ്റം ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഭൂമിയിൽ നന്മ പ്രാപിക്കുന്ന ഇടമല്ല ക്രിസ്തു. സ്വർഗീയ നന്മകൾ ക്രിസ്തുവിലൂടെ നമുക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. അപ്പത്തിന് തൃപ്തരായതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു. ആമേൻ്റെ അർത്ഥം, ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി, അവർ അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വന്നു. അടുത്ത ആഴ്ച ആരാധനയ്ക്ക് മറുപടിയില്ല, അതിൻ്റെ അടുത്ത ആഴ്ച അവരെ കാണാനില്ല. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടൊരു ഡയലോഗും, സഭയിൽ പഴയ കൃപയൊന്നുമില്ല. നിങ്ങളറിയാൻ മനസ്സിലാക്കണം, കൃപ ദൈവത്തിനേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ മേൽ പകരുകയാണ് അവൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവന് ദേതോണി കൃപ നമ്മുടെ മേൽ പകരുക. എൻ്റെതായ ഒരു കൃപ ഭൂമിയിലില്ല, കൃപ ദൈവത്തിൻ്റെതാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്കിടെ പറഞ്ഞ ഭാഗം വിട്ട് ലൂക്കോസ് 11:29. ലൂക്കോസ് 11:29. ആ ആ ആ ആ അടയാളം അന്വേഷിക്കുന്നു. പാസ്റ്ററെ, ഒരു വിഷയമുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറ ഇതിലെന്ത് സംഭവിക്കുമെന്ന്. പാസ്റ്റർ വിഷയത്തിൽ എങ്ങനെ ഇവിടുത്തെ പാസ്റ്റർ തപ്പി കിടക്കുക? പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറയണം ഇതെന്ത് സംഭവിക്കുമെന്ന്. സ്തോത്രം. ഒറ്റ പ്രാർത്ഥിക്കേണ്ട, നീ നരകത്തിൽ പോകും. സ്തോത്രം. ഇതേ സംഭവിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അരുളപ്പാടും പ്രവചനത്തും ഞാനിതിലല്ല, ദൈവാത്മാവിൽ. സ്തോത്രം. പക്ഷേ നീ മനുഷ്യരിലല്ല ആശ്രയിക്കുന്ന. ആമേ പുരുഷാരി എന്നും ഭൂമിയിൽ ഒരുത്തരെ സെലിബ്രിറ്റി ആക്കി കൊണ്ടു നടക്കും. ആ പാസ്റ്ററിൽ ഇവനെ ആശ്രയിക്കും, ആ മനുഷ്യരിൽ ആശ്രയിക്കും. അതുകൊണ്ട് എപ്പോഴും അടയാളം ചോദിച്ചുകൊണ്ടിരിക്കും. പാസ്റ്ററെ പ്രാർത്ഥിച്ചിട്ട് പറയണേ, പ്രാർത്ഥിച്ചിട്ട് പറയണേ. എന്തോന്ന് പ്രാർത്ഥിച്ച് പറയാനാ? നീ മാനസാന്തരപ്പെട്ടാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം നിന്നെ തകർത്ത് കളയും. സ്തോത്രം. ഇതാ ദൂത്. സ്തോത്രം. ഇതിൽ പലൊരു ദൂത് വേറെയില്ല. അതുകൊണ്ട് യേശു പ്രാർത്ഥിച്ച്, കർത്താവേ, വ്യർത്ഥമായി കണ്ണു തുറന്നാൽ പുരുഷാരത്തെ കാണരുതേ. നീ ഒരു പുരുഷാരമാണോ? നന്മയ്ക്ക് വേണ്ടി വന്നതാണോ? കേട്ടിട്ട് ഗ്രഹിച്ചിട്ട് ഗ്രഹിക്കാത്തവനെ പോലെ ഇരിക്കുകയാണോ? സ്തോത്രം. അതോ അടുത്ത വിഷയത്തിന് മറുപടിയില്ലെങ്കിൽ നീ പിറുപിറുക്കുന്നവനാണോ? ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവിനെ ആത്മാവിൽ അന്വേഷിക്കാതെ ഭൗതിക നന്മയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ആ പുരുഷാരത്തിന്റെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ആഗ്രഹിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്വർഗീയ വിളി കേട്ടവരാരും പുരുഷാരത്തെ കാണരുത്. സ്തോത്രം. രണ്ടാമത്തെ കാഴ്ച, ശിഷ്യന്മാർ. അവിടെ യേശു ആഗ്രഹിച്ചു, ഇവൻ കണ്ണു തുറക്കുമ്പോൾ ആരെ കാണരുത്? ശിഷ്യന്മാരെയും കാണരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം.
ശിഷ്യന്മാരുടെ പ്രത്യേകത, അവർ എണ്ണത്തിൽ കുറവായിരിക്കും. ലൂക്കോസ് 6:12-13 വായിക്കും. ലൂക്ക് ചാപ്റ്റർ 6, 12, 13. രാത്രി കഴിച്ചു. 5000-വും 4000-വും വന്നതിൻ്റെ കൂട്ടത്തിൽ നിന്ന് 12 പേരെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. അയ്യോ, ഇവിടെ ആള് കുറവാണോ? പേടിക്കണ്ട, കുറച്ചുകൂടെ നീ ക്രിസ്തുവിന് അടുത്ത് വന്നിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബൈബിൾ എന്ന് പറയുന്ന കാര്യം ഓർത്തോണം. ഒറ്റ മനുഷ്യനെ ആദമിൽ ആരംഭിച്ച ബൈബിൾ അവസാനിക്കുന്നത് ഒറ്റ മനുഷ്യനായ യോഹന്നാന്റെ വെളിപ്പാടിലാ. സ്തോത്രം. എന്ത് മനസ്സിലായി? ഉൽപ്പത്തി 1 ഒരു വ്യക്തിയിലാണെങ്കിൽ സ്വർഗീയ വെളിപ്പാട് വരുമ്പോൾ ഒരു വ്യക്തിയിലാ. ഇതിനിടയിൽ പുരുഷാരവും ശിഷ്യന്മാരുടെ എണ്ണമൊക്കെ കാണും. പക്ഷേ എന്നും ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യനിലാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം 5000-വും 10,000 വന്നതിനകത്ത് വന്നതിന് 12 പേരെ യേശു എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. അപ്പൊ ശിഷ്യന്മാരുടെ പ്രത്യേകത എന്താണ്? വായിക്കാം. മത്തായി 16:24. ശിഷ്യനാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ നല്ല ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ആ ആ ആ ആ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് അനുഗമിച്ചെങ്കിൽ മാത്രമേ ശിഷ്യനാകാൻ പറ്റുള്ളൂ. അപ്പം വളരെ സാക്രിഫൈഷ്യൽ ജീവിതമാണ്. എല്ലാം സാക്രിഫൈസ് ചെയ്തതിന് മാത്രമേ ഒരു ശിഷ്യനായി തീരാൻ കഴിയുകയുള്ളൂ. യോഹന്നാൻ 8:31-32 പറയുന്നു, നിങ്ങൾ വാസ്തവമായി എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ. അവിടുന്ന് വായിച്ചു. യോഹന്നാൻ 8:31-32. യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ മതി, നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാകുന്നു. നല്ല ഗുണങ്ങളല്ലേ പറഞ്ഞ്? വചനത്തിൽ നിലനിൽക്കുന്നവരല്ലേ ശിഷ്യന്മാർ. സ്തോത്രം. എല്ലാം ത്യജിക്കുന്നവരല്ലേ ശിഷ്യന്മാർ. അവരെ കണ്ടാൽ എന്താ കുഴപ്പം? യേശു പ്രാർത്ഥിക്കുക, അവന് ശിഷ്യന്മാരെ കാണരുതേ. സ്തോത്രം. എന്താ കാരണം? മത്തായി 19:27 വായിച്ചേ. എന്തുകൊണ്ട് ശിഷ്യന്മാരെ കാണരുത് ദൈവം ആഗ്രഹിച്ചു? പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ടതിനെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്കെന്ത് കിട്ടും? സ്തോത്രം. പാസ്റ്റർ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ വരണം. ചോദ്യം, മറുചോദ്യം എന്താ? എത്ര തരും? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തലയുറിഞ്ഞു നിന്ന് കാശ് വാങ്ങുന്നെങ്കിൽ ഓർത്തോണം, വചനം പ്രസംഗിക്കും, വചനത്തിൽ നിലനിൽക്കും, എല്ലാം വിട്ട് വേർപാട് പ്രസംഗിക്കും. പക്ഷേ എന്ത് കിട്ടും? ഇവനെ കാണരുതെന്ന് ആർക്കാഗ്രഹമുണ്ട്? കർത്താവിന് ആഗ്രഹമുണ്ട്. സ്തോത്രം. ഈ രക്ഷ കിട്ടിയതിനേക്കാൾ എന്തോ നിനക്ക് വേണ്ടത്? സ്തോത്രം. നിന്റെ പാപമോചനം കിട്ടിയ എന്താ നിനക്ക് വേണ്ടത്? സ്തോത്രം. സകല ശാപത്തിൽ നിന്ന് വിടുവിച്ചിട്ട് എന്താ നിനക്ക് വേണ്ടത്? എന്ത് കിട്ടുമെന്നാ ചോദ്യം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞ വചനം അന്വർത്ഥമാകാതിരിക്കട്ടെ. എനിക്ക് കിട്ടിയതിലും അധികം നിങ്ങൾക്ക് കിട്ടും. ഞാൻ ചെയ്തതിൽ അധികം നിങ്ങൾക്ക് ചെയ്യും. ആ ക്രൂശിൻ്റെ ഒരു അംശം കേട്ട, ക്രൂശിൻ്റെ ഒരു 10% കിട്ടിയ നമ്മുടെ ജീവിതം, 10 വേണ്ട, 1% കിട്ടിയ നമ്മുടെ ജീവിതം കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ ഇവിടെ ചോദ്യം, എനിക്ക് എന്ത് കിട്ടും? ഇനി മത്തായി 21:33 വായിച്ച്. എന്തുകൊണ്ട് കർത്താവ് ഇവരെ കാണരുതെന്ന് ആഗ്രഹിച്ചു? 26:33. സ്തോത്രം. 75 വാക്യം കൂടെ. ഇവര് ഭയങ്കര തീരുമാനം. ഇവർക്ക് ശിഷ്യന്മാർ പ്രത്യേകത അറിയോ? ഭയങ്കര തീരുമാനമാണ്. കർത്താവ്, നിനക്ക് വേണ്ടി ഞാൻ അങ്ങ് മരിച്ചു കളയും. ഇന്ന് മുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് ബൈബിൾ വായിക്കും. ഇന്ന് മുതൽ 5 മിനിറ്റ് പ്രാർത്ഥിക്കും. നാളെ അടുത്ത ആഴ്ച മുതൽ ഞാൻ കർത്താവിന് വേണ്ടി ഒരു ട്രാക്ട് കൊടുക്കാൻ പോകും. ഭയങ്കര തീരുമാനമാണ്. ആരാ? ഞാന്.
സ്തോത്രം. പ്രൈസ്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ പത്രോസിന് അല്പമെങ്കിലും പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് അവനിരുന്ന് കരഞ്ഞു. നമുക്കെന്തില്ല? കരച്ചിലുമില്ല. തീരുമാനം എടുത്തെടുത്ത് അങ്ങ് കൂട്ടിക്കൊണ്ടിരിക്കും. ഞാനിപ്പോഴും ആയിരിക്കും മേളിൽ ചെല്ലുമ്പം നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ ബുക്ക് അങ്ങോട്ട് തുറക്കും. അയ്യോ, അതിലായിരിക്കും ആദ്യത്തെ അടി. എത്രയോ തീരുമാനമെടുത്ത് നമ്മൾ. ഞാൻ കൊണ്ട് ഒരിക്കലും പരിശുദ്ധാത്മാവിൽ സന്ദേശം തീരുമാനം കൈവെക്കാൻ ഞാൻ പറഞ്ഞില്ല. കാരണം നിങ്ങൾ കുറച്ച് പാപം ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. ആത്മാവിൽ തീരുമാനം എടുത്തിട്ട് എന്ത് ചെയ്യട്ടെ? മുന്നോട്ട് നീങ്ങട്ടെ. നിനക്ക് വേണ്ടി എന്ത് വന്നാലും ഞാൻ ഇടറുകയാണെന്ന് പറയും. പക്ഷെ അല്പം കഴിഞ്ഞ് പത്രോസ് എന്ത് ചെയ്യുക? അയ്യോ, പുള്ളി പറഞ്ഞതുപോലെ കോഴി കൂന്ന് കേട്ടപ്പോഴത്തേക്കും അവൻ പോയിരുന്ന കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിച്ച ശിഷ്യന്മാരെ ഇവർ കാണരുത്. ഈ നാടൻ ഭാഷ പറഞ്ഞ ഈ പെന്തിക്കോസുകാരെ ഇവർ കാണരുത്. കാരണം സ്തോത്രം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര തീരുമാനം, വേർപാടും വചനമൊക്കെയാണ്. പക്ഷേ തീരുമാനമെടുത്താൽ ഒരിക്കലും അവരെന്ത് ചെയ്യല? പാലിക്കുകയില്ല. സ്തോത്രം. അതെ, നമ്മളോട് തന്നെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കും. യോഹന്നാൻ 6:59 വായിച്ച ശിഷ്യന്മാർ അടുത്ത ഗുണം കാണാം. അതുകൊണ്ടാണ് കർത്താവ് ആഗ്രഹിച്ചത് നമ്മൾ ആരും കാണരുത്. യോഹന്നാൻ 6:59 to 61 വരെ വായിച്ചു. ഭയങ്കര ഉപദേശം അങ്ങോട്ട് കർത്താവ് അങ്ങോട്ട് പറയാൻ തുടങ്ങി. അടുത്ത വാക്യം. പറഞ്ഞു. മതി. അതിൻ്റെ യോഹന്നാൻ 6 തന്നെ 66 വായിച്ചു. പിൻവാങ്ങിപ്പോയി ഉപദേശം പഠിപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പ്രൈസ് ആൻഡ് വർഷിപ്പും ദൂതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, വചനമൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഉപദേശം പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും? നമുക്ക് ചർച്ച ഇരിക്കുക, നമുക്ക് എവിടെ പോവാം? ബി ചർച്ചിൽ പോയി കളയാം. അവിടെ ഈ ഉപദേശമൊന്നും ഇല്ല. വചനത്തിൽ നിൽക്കുന്നവരാണ്, എല്ലാം ത്യജിച്ചവരാണ്, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകും തീരുമാനമെടുത്തവരാണ്. പക്ഷേ അവരെയും കാണരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുക. സ്തോത്രം. ഒരു വാക്കോട് പറഞ്ഞ് ആ ഭാഗം ഇവിടെ യോഹന്നാൻ 21:2-3. ഇതാണ് ഏറ്റവും വലിയ തകർച്ച. ജോൺ 21:2-3. യേശു മരിച്ചു. അപ്പൊ ശീമോൻ പത്രോസ് പറയാ, ഞാൻ എന്ത് ചെയ്യാൻ പോവാ? മീൻ പിടിക്കാൻ പോവാ. ഞങ്ങളും പോരെന്നും പറഞ്ഞ് ബാക്കിയോടെ എന്ത് ചെയ്തു? സ്തോത്രം. മതി. ഏറ്റവും വലിയ പരാജയമാ. യു വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്. ഭയങ്കര തീരുമാനമൊക്കെ ഉണ്ട്. പക്ഷേ ഒരുത്തൻ പറയാ, ഇന്ന് അല്ലെ രാവിലെ ഉടന്നിട്ട് ഭാര്യ പറയാ, ഇന്ന് മീറ്റിംഗ് വേണ്ട പറഞ്ഞ ഭർത്താവും പറയാൻ എന്ത് ചെയ്യും? എന്നാ പതിച്ചങ്ങനെ കിടക്കും. സ്തോത്രം. ആരെങ്കിലും ഒന്ന് പറയാൻ നോക്കിയിരിക്കുക. എന്താണ്? നമ്മളതിലൂടെ അങ്ങ് പോകാനായിട്ട്. എവിടെ? ദൈവത്തിന് വിരോധമായി. സ്തോത്രം. സ്തോത്രം. കുഞ്ഞുകൊണ്ട് ഉപവാസപാഠത്തിലിടൂ. ഒരാൾ പറയേ, നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുക. എന്താണ് നോക്കിയിരിക്കുക? ഇങ്ങനെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. സ്തോത്രം. പത്രോസ് പറഞ്ഞു, ഞാൻ പോവാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ, എടാ എന്നാലും നീ ആരും ചോദിക്കുക, നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് പോലും ആൾ ചോദിച്ചാൽ അല്ലാതെ പറഞ്ഞു, ഞങ്ങളും എന്ത് ചെയ്യുന്നു? കൂടെ പോരും. ഒന്നോർത്തോണം, ഒരുത്തനെ ശത്രു ആക്രമിച്ചാൽ ഒന്നല്ല നശിക്കുന്നത്, കൂടെ പലതും നശിക്കും. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിച്ചു, എൻ്റെ പുറകെ പുരുഷാരം വരുന്നുണ്ട്, എൻ്റെ പുറകെ ശിഷ്യന്മാരും വരുന്നുണ്ട്, ഈ രണ്ടിനെയും വ്യർത്ഥമായി കാണരുത്. സ്തോത്രം. സ്തോത്രം. പക്ഷെ ജഡത്തിൽ ഇന്ന് ക്രിസ്തുവില്ല. ഗലാത്യലേഖനം 3:27 പറയുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇന്ന് ക്രിസ്തുവിനെ കാണണമെങ്കിൽ ആരിൽ കാണണം? എന്നിൽ കാണണം. സ്തോത്രം. എന്നിൽ പുരുഷാരത്തെ ആരും കാണരുത്, എന്നിൽ ശിഷ്യന്മാരെ ആരും കാണരുത്. എന്നിൽ കാണേണ്ടത് ക്രിസ്തുവിനെയാണ്. ആരാണ് ക്രിസ്തു? പത്രോസ് പറഞ്ഞു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ.
സ്തോത്രം. മൂന്നാമത്തെ കാഴ്ച, എന്നിൽ ദൈവത്തിന്റെ മകനെ ജനം കാണണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിൽ ക്രിസ്തുവിനെ കാണണം. ദൈവത്തിന് മഹത്വം. വ്യർത്ഥമായി നിലവിളിച്ചു. മർക്കോസ് 10:46 വരുമ്പോൾ വിളിച്ചപ്പം ഒത്തിരി പേര് ശാസിച്ചു, ബഹളമൊക്കെ വെച്ചു, മിണ്ടിപ്പോരെന്നൊക്കെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അവൻ നിലവിളിച്ചു. അവന് വിടുതൽ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. 48 വാക്യം വായിച്ചു. ഉം 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 യേശുവിന്റെ അടുക്കൽ വന്നു. എന്റെ ചോദ്യം, അവിടെ ഇരുന്നു കൊണ്ട് യേശു പറയാമായിരുന്നു, വ്യർത്ഥമായി നിനക്ക് കാഴ്ച ലഭിക്കട്ടെ. യേശു പറഞ്ഞില്ല. കാരണം കണ്ണു തുറന്നാൽ അവൻ ചിലപ്പോൾ ആരെ കാണാൻ സാധ്യതയുണ്ട്? പുരുഷാരത്തെ, ശിഷ്യന്മാരെ കാണാൻ സാധ്യതയുള്ളതുകൊണ്ട് യേശു നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിപ്പിൻ, എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ദൈവത്തിന് സ്തോത്രം. അടുക്കൽ കൊണ്ടുവന്ന വ്യർത്ഥമായോട് ചോദിച്ചു, നിനക്ക് എന്താണ് ആവശ്യം? എനിക്ക് കാഴ്ച. കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ ക്രിസ്തുവിനെ അനുഗമിച്ചു. സ്തോത്രം. നിന്നിൽ ക്രിസ്തുവിനെ കണ്ടെങ്കിൽ മാത്രമേ അടുത്തൊരു വ്യക്തി നിന്നെ അനുഗമിക്കുകയുള്ളൂ. സ്തോത്രം. നിന്നിൽ നിന്ന് കാണുന്നത് അറിയാമോ? പുരുഷാരത്തെ കാണുന്നത്. നിന്നിൽ കാണുന്ന ശിഷ്യന്മാരെയാണ് കാണുന്നത്. നിന്നിൽ ക്രിസ്തുവിനെ കാണുവാൻ ഇടയായി തീരണം. മദർ തെരേസ വളരെ ശക്തമായി ലോകത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു സഹോദരിയാണ്. പക്ഷേ അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അവർ എഴുതി വെച്ചു, ഓരോ രോഗിയിലും ഞാൻ ക്രിസ്തുവിനെ കാണും. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ആ രോഗികൾ മദർ തെരേസ ചെയ്ത് കണ്ടിട്ട് അവർ ആ മദർ തെരേസയിൽ ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ഞാൻ ജയിലിലായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. ഞാൻ ആഹാരമില്ലാത്തവരായിരുന്നു, നീ എനിക്ക് ആഹാരം തന്നു. ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു, നീ വസ്ത്രം തന്നു. ഇത് പ്രാപിച്ചവർ, ആമേൻ. ജയിലിൽ കിടക്കുന്ന ക്രിസ്തു ഉള്ളവനായിട്ടല്ല ജയിലിൽ പോയി കണ്ടത്. ക്രിസ്തു ഉള്ളവനാണെങ്കിൽ അവൻ ജയിലിൽ കിടക്കത്തില്ലായിരുന്നു. നീ ജയിലുള്ളവനെ സന്ദർശിച്ചപ്പോൾ ജയിലിൽ കിടന്നവൻ നിന്നിൽ ക്രിസ്തുവിനെ കാണണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 3 ഒന്ന് വായിച്ചു. 3-ാം അധ്യായം അതിന്റെ 4 മുതൽ ഒന്ന് വായിച്ചേ. ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. പത്രോസും യോഹന്നാനും യേശു മരിച്ചു, ഉദ്ധാനം ചെയ്തു. അതിനുശേഷം ദേവാലയത്തേക്ക് പോകുമ്പോൾ ആ മനുഷ്യനെ കണ്ടപ്പോൾ അവർ ഭിക്ഷ ചോദിച്ചു. ഉറ്റുനോക്കി. ഇവിടെ നോക്കിക്കേ, പത്രോസ് പറയുകയാണ്, ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. അവൻ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് പറയുക, നീ ഞങ്ങളെ നോക്ക്. അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പറയുക, എന്നിൽ നീ ആഗ്രഹിക്കുന്നല്ല എന്നിലുള്ളത്, എന്നിൽ വ്യാപരിക്കുന്നതാണ് നിന്നിലേക്ക് പകരാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവനിലുള്ളത്? എനിക്കുള്ളത് നിനക്ക് തരുന്നു. എന്താണ് എനിക്കുള്ളത്? നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞു. സ്തോത്രം. അവൻ നോക്കിയപ്പോൾ പത്രോസിനെ യോഹന്നാനെ അല്ലേ കണ്ടത്? അവൻ കണ്ടത് അവന്റെ രക്ഷകനായ ക്രിസ്തുവിനെയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നോക്കിക്കേ, ശിഷ്യന്മാരായിരുന്നു ആര്? പത്രോസും യോഹന്നാനും. ഇപ്പോൾ ശിഷ്യന്മാരെ അല്ല കണ്ടത്, അവർ കണ്ടത്, ആമേൻ, ക്രിസ്തുവിനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം, എഴുന്നേൽപ്പിച്ചു, അവന് സൗഖ്യം പ്രാപിച്ചു, കുതിച്ചെഴുന്നേറ്റ്, ആമേൻ, അവൻ അവരോട് ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു ദൈവവേദനായി മാറി. ദൈവത്തിന് സ്തോത്രം.
അവൻ ചോദിച്ചത് വെള്ളിയും പൊന്നും, അവൻ ചോദിച്ചത് നാണയത്തുട്ടുകൾ. ഒരിക്കലും അവൻ സൗഖ്യം ആഗ്രഹിച്ച് ചോദിച്ചില്ല. അവൻ ആഗ്രഹം പണമായിരുന്നു. എന്നാൽ സ്തോത്രം, അവന് പണം മാത്രമല്ല, അവന് സൗഖ്യവും നൽകി അവനെ ഒരു ദൈവത്തിലാക്കി മാറ്റിയത്. ആമേൻ. ധൈര്യത്തോടെ പത്രോസ് പറയുക, ആമേൻ, യോഹന്നാനും പറയുക, ഞങ്ങളെ നോക്ക്, ഞങ്ങളെ ശ്രദ്ധിച്ച് നോക്ക്, നിനക്ക് ഞങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ കണ്ടവൻ സൗഖ്യം പ്രാപിച്ച് വീട്ടിൽ പോയില്ല, സൗഖ്യം പ്രാപിച്ചതിലൂടെ ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 7:15 വാക്യം വായിച്ചേ. 6:15. ഇരുന്നവർ സ്തെഫാനസിനെ കുറിച്ച് നോക്കുമ്പോൾ പറയുകയാണ്, ആമേൻ, സ്തെഫാനസിനെ നോക്കിയപ്പോൾ അവർക്ക് ആരെ പോലെ തോന്നിയില്ല, സ്തെഫാനസിനെ പോലെ തോന്നിയില്ല, ഒരു ദൈവദൂതന്റെ മുഖം പോലെ അവർ കണ്ടു. അവർ സ്തെഫാനസിനെ കണ്ടില്ല, അവർ ദൈവത്തെ അവനിൽ കണ്ടു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 9:1-2 വാക്യങ്ങൾ. ആ ആ ആ ആമേൻ. മതി. ശൗല് ശക്തമായി സഭയെ പീഡിപ്പിക്കുവാൻ, സഭയെ ഉപദ്രവിക്കുവാൻ, ഈ മാർഗക്കാരെ കണ്ടാൽ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അവനെ പിടിച്ചു കെട്ടി ആ സഭയുടെ പ്രവർത്തനം ഇല്ലാതാക്കുവാൻ, ദൈവസഭ ഭൂമിയിൽ ഇല്ലാതായി തീരുവാൻ, ആമേൻ, വളരെ ഉശിരോടുകൂടെ സഭയെ ഉപദ്രവിക്കാൻ ഇറങ്ങിത്തിരിച്ച ശൗൽ, അവൻ ഉപദ്രവിച്ചത് ആരെയാ? ദൈവസഭയിലെ പുരുഷന്മാരെയും സ്ത്രീകളെയും. ശ്രദ്ധിച്ചു കേട്ടോ. അവൻ ഉപദ്രവിച്ച ആരെയാണ്? ദൈവസഭയിലുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും. എന്നാൽ അതിന്റെ 4-ാം വാക്യത്തോട് വായിച്ചു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കതെന്ന് പറഞ്ഞൊരു ശബ്ദം ശൗല് കേട്ടു. അപ്പൊ ചോദ്യം, നീ ആരാകുന്നു കർത്താവ് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു പറഞ്ഞു. ആദിമ സഭയിൽ പുരുഷന്മാരെ സ്ത്രീകളെ ശൗൽ ഉപദ്രവിച്ചപ്പോൾ സ്വർഗം സാക്ഷ്യപ്പെടുത്തുന്നു, അവർ ഉപദ്രവിച്ചത് ആമേൻ പുരുഷന്മാരെ സ്ത്രീകളെയല്ല, അവർ ക്രിസ്തുവിനെ ഉപദ്രവിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്ത് മനസ്സിലായി? ആദിമ സഭയിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഓരോരുത്തരെ നോക്കിയാൽ ആമേൻ ക്രിസ്തുവിനെ കാണുവാൻ കഴിയുമായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ കണ്ടത് പുരുഷാരത്തെയല്ല, അവർ കണ്ട ശിഷ്യന്മാരെയല്ല, ദൈവത്തിന്റെ മക്കളെയാണ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ടാ പറഞ്ഞേ, ആകയാൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള വലിയ ഭാഗ്യ പദവി. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറഞ്ഞു, ഞാൻ ജയിലിൽ ജനിപ്പിച്ച എന്റെ മകൻ. സ്തോത്രം. ആമേൻ. തീമോഥെയോസ് പറഞ്ഞു, അവനൊരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ. സ്തോത്രം. ശിഷ്യത്വമെല്ലാം വിട്ട്, പുരുഷാരത്തിന്റെ അനുഭവങ്ങളെ വിട്ട്, ദൈവത്തിന്റെ മക്കളായി, മകനായി, ആമേൻ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവായി അവരിൽ വെളിപ്പെട്ട ഓരോ ജീവിതങ്ങളും ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു സാക്ഷ്യപത്രങ്ങളായി മാറി. സ്തോത്രം. നിന്നെ കാണുന്നവർ നിന്നെ കണ്ടാൽ നീ പരാജയപ്പെട്ടു. നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. ക്രിസ്തുവിനെ കാണുന്നവർ പിതാവിനെ കാണും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാളെങ്കിലും നിന്നോട് ചോദിച്ച് ആ മീറ്റിങ്ങിന് വരട്ടെ ചോദിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നിന്നിൽ ആ പുത്രത്വം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഒരാത്മാവിനെ കൊണ്ടുവരാൻ നിനക്ക് കഴിയുന്നെങ്കിൽ ഓർത്തോണം, ആ പുത്രത്വത്തിലേക്ക് പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇവിടെ മതത്തിൽ നിന്ന് മതത്തിലേക്ക് ജനത്തെ മാറ്റുകയല്ല, ആമേ, ക്രിസ്തു മാർഗത്തിലേക്ക്, ക്രിസ്തുവിലേക്ക്, സ്വർഗത്തിലേക്ക്, പിതാവിങ്കിലേക്ക് ജനത്തെ നടത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് നീ ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി നീ രൂപാന്തരപ്പെടുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നീ പ്രാർത്ഥിക്കണം. നീ ക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്തോത്രം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം. വാക്യം പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുന്നുണ്ടെന്ന് വായിച്ചോട്ടെ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം തോന്നുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അതിന്റെ 16 മുതൽ വായിച്ചു. 2 കൊരിന്ത്യർ 3:16 മുതൽ. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ, ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ ആ മൂടുപടം മാറിപ്പോകും.
ഉണ്ട്. എന്നാൽ മൂടുപടം നീങ്ങി. എന്താണ് മൂടുപടം? ശിഷ്യൻ എന്ന മൂടുപടം ദൈവം മാറ്റി. ആമേൻ. പുരുഷാരം എന്ന മൂടുപടം ദൈവം മാറ്റി. ഇപ്പോൾ നിന്നെ ക്രിസ്തുവിൽ വെളിപ്പെടാൻ തടസ്സമായിരിക്കുന്ന പൈശാചി അനുഭവങ്ങളിൽ നിന്ന് ആമേൻ കർത്താവിലേക്ക് വന്നപ്പോൾ ആ മൂടുപടം കർത്താവ് നീക്കി കളഞ്ഞു. സ്തോത്രം. ഇപ്പോൾ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിതരായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. സ്തോത്രം. ക്രിസ്തുവിന്റെ അരികിലേക്ക് വരുമ്പോൾ എല്ലാ മൂടുപടവും മാറ്റി ആ ക്രിസ്തു എന്താണോ അതേ അനുഭവം തേജസ് പ്രാപിച്ച് നിന്നിലേക്ക് പിതാവ് പകരുവാൻ തുടങ്ങും. അവന്റെ മുഖം ദൈവദൂതനെ പോലെ കണ്ടതുപോലെ, എന്നെ നോക്കിയാൽ ഞങ്ങളെ നോക്കുന്നു പറയുമ്പോൾ ക്രിസ്തുവിനെ കണ്ടതുപോലെ, ആമേൻ ആമേൻ സ്തോത്രം, ഉപദ്രവിച്ച പുരുഷാര സ്ത്രീകളെയും അത് യേശുവിനെ ഉപദ്രവിച്ചതുപോലെ ആമേൻ ദൈവത്തിലെ നിന്റെ മേൽ പകരപ്പെടുന്ന ദൈവകൃപ ആമേൻ നിന്നെ ക്രിസ്തുവിനെ പോലെ അനുരൂപമാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം. കാണുന്നവർ പറയും, ഇത് ക്രിസ്തുവിൻ്റെതാ, ഇവൻ ക്രിസ്തുവിൻ്റെതാ, ഇവൾ ക്രിസ്തുവിൻ്റെതാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പുരുഷാരമല്ല, ശിഷ്യന്മാരല്ല, ദൈവത്തിന്റെ മകനായി മകളായി, ആമേൻ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രന്റെ മകനായി മകളായി ജീവിപ്പാൻ ആമേൻ നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണട്ടെ, ക്രിസ്തുവിനെ കാണുന്നവർ പിതാവിനെ കാണട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.